പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യഗ്രഹങ്ങളാണ്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ, ഭൃഗുപുത്രനായ ഭാർഗവൻ. ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. അപലാഭോഗയാനാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപല സ്ത്രീ, ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ, മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും, ആഭരണങ്ങൾ, സമ്പത്തുകൾ, കിടക്ക, ഉപകരണങ്ങൾ, കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക സുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത്, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രന് നീചസ്ഥിതിയായിരുന്നു. ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ്. കന്നി 27-നാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു. അതേ രീതിയിൽ മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു. ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം, തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു. അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ, സ്വന്തം തറവാട്ടിൽ, മൂലം ക്ഷേത്രത്തിൽ വരികയാണ്. 1200 കന്നിമാസം 2-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മേടം രാശി മുതൽ 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം. കന്നിരാശി. കന്നിരാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര കൂട്ടമാകുന്നു കന്നിരാശി. കന്നിരാശി ശുക്രൻ്റെ നീചരാശിയാകുന്നു. ആ നീചരാശിയിൽ ശുക്രൻ പ്രവേശിച്ചു കഴിഞ്ഞു. നീചസ്ഥിതി കഴിഞ്ഞു. സെപ്റ്റംബർ 18-ാം തീയതി, കന്നി 2-ാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. 45 ഡിഗ്രി ബലവാനായിട്ട് കന്നിരാശിക്കാർക്ക് ശുക്രൻ ഏറ്റവും നല്ല 2 ഭാവങ്ങളുടെ അധിപനാകുന്നു. ഭാഗ്യാധിപനും അതേ രീതിയിൽ ധനാധിപനും. അതിനാൽ ദൈവാധീനം വളരെയധികം കന്നിരാശിക്കാർക്ക് വരുന്ന 24 ദിവസങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. പുതിയ ധനാഗമ മാർഗം ഉണ്ടാകുന്നു. 2-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ തന്നെ ഹോരാചാര്യർ പറഞ്ഞ ഫലം ഇപ്രകാരമാണ്: സുവാക്യ ശോഭനം വാക്യം യസ്യ സഹ. ശോഭനമായ വാക്ക് ഇദ്ദേഹം സംസാരിക്കുമെന്നാണ്. വാക്കിലൂടെ തൻ്റെ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സ്ഥിതി സംജാതമാക്കാൻ 2-ലുള്ള ശുക്രൻ കന്നിരാശിക്കാരെ സഹായിക്കുന്നു. മുഖം ചാരുഭാഷം മനീഷാഭി ചാർവി എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. ചാരുഭാഷം മുഖം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാവുക. മനീഷാഭി ചാർവി, ധാരാളം ബുദ്ധി ഉണ്ടാവുക. അതിനാൽ ബുദ്ധിപരമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കാൻ പറ്റും. നല്ല കൺസൾട്ടൻറ്റുകളാകാം. വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന പ്രഭാഷകർ, പ്രാസംഗികർക്കൊക്കെ തന്നെ, സംഗീതജ്ഞർക്കൊക്കെ തന്നെ ഈ 24 ദിവസം വളരെയധികം അവസരങ്ങൾ ലഭിക്കുന്ന സമയങ്ങളാകുന്നു. സുഖം ചാരു ചാരൂണി വാസാംസിതസ്യ. തനിക്ക് മനോഹരമായ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നു, വസ്ത്രങ്ങൾ ലഭിക്കുന്നു. അതിനാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം തുറന്ന് ലഭിക്കുമ്പോൾ തനിക്ക് എല്ലാ ഭൗതിക സുഖങ്ങളും പ്രദാനം ചെയ്യുന്നു ശുക്രൻ കന്നിരാശിക്കാർക്ക്. ഇദ്ദേഹത്തിന് കുടുംബം കൊണ്ട് സിദ്ധിക്കേണ്ടതായ നന്മകൾ പലപ്പോഴും ലഭിക്കണമെന്നില്ല. എങ്കിലും അന്യരിൽ നിന്ന് സൗഭാഗ്യവും ധനം ലഭിക്കുന്നു. മനോഹരികളായ സ്ത്രീകളിൽ നിന്നും തനിക്ക് എല്ലാവിധ സൗകുമാര്യങ്ങളും അനുഭവങ്ങളും കന്നിരാശിക്കാർക്ക് 2-ലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു.